ഇപ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെ പലയിടങ്ങളിൽ കുട്ടിക്കലാശം നടക്കുന്നു എന്നതാണ് നമുക്കറിയാം. കോർപ്പറേഷനുകൾ പിടിക്കുക എന്നത് എല്ലാ പാർട്ടികളെയും സംബന്ധിച്ച് വളരെ വളരെ വാശിയേറിയൊരു പോരാട്ടമായി തന്നെ അല്ലെങ്കിൽ വലിയൊരു നേട്ടമായി കാണുന്നതാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഈ കോർപ്പറേഷനുകൾ ഭരിക്കുക എന്നത് അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ ആധിപത്യം നേടുക എന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊരു മുൻതൂക്കം കിട്ടുമെന്ന ഒരു ആത്മവിശ്വാസം കൂടി നൽകുന്ന ഘടകമാണ്. അതുകൊണ്ട് വളരെ ശക്തിയോടുകൂടിയിട്ടാണ് പരമാവധി എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും BJP ആയാലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അമ്മമാരൊക്കെ വളരെ ഗംഭീരമായി പാട്ടിനൊപ്പം ചുവടുവെച്ച് തങ്ങളുടെ ഇഷ്ടപ്പെട്ട പാർട്ടികളുടെ പരിപാടികൾ ഗംഭീരമാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. ഇത് തമ്മനത്തെ കാഴ്ചകളാണ്. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലുണ്ട് കുട്ടിക്കലാശം. പത്തനംതിട്ടയിലുണ്ട്, തൊടുപുഴയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്. നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. രഘു, ചൂടുപിടിച്ചു തുടങ്ങിയോ? സക്കറിയ ബസാറിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തി തുടങ്ങിയോ? ഇനി സമയമില്ല. ശരി, രഘുവിലേക്ക് വരാം. എനിക്ക് ചൂടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. സക്കറിയ ബസാറിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന. ആ റോഡും കുറച്ച് ആളുകൾ നിൽക്കുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്രവർത്തകർ വന്നു തുടങ്ങുന്നുണ്ട്. പോലീസ് ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥലത്തുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഏറെയും കുറഞ്ഞുമൊക്കെ ആവേശപൂർവ്വം തന്നെ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ജില്ലാ ആസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരമായിക്കോട്ടെ, കൊല്ലം, കൊച്ചി, അങ്ങനെ ജില്ലാ ആസ്ഥാനങ്ങളിൽ വളരെ വളരെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ഒക്കെ അതേ ആവേശത്തിലുള്ള കുട്ടിക്കലാശത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വേഗം